കുളിരരുവിയും കനൽ തുള്ളികളും എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം തിരുവനന്തപുരത്ത് നടന്നു. ഉണ്ണികൃഷ്ണൻ ബാലരാമപുരത്തിന്റെ രണ്ടാമത്തെ പുസ്തകം കുളിരരുവിയും കനൽ തുള്ളികളും നീമ ബുക്സ് പ്രസിദ്ധീകരിച്ചു. 2025 മെയ് 24 ശനിയാഴ്ച പ്രൗഢഗംഭീരമായ സദസ്സിൽ വൈകുന്നേരം 4-ന് ജോയിന്റ് കൗൺസിൽ മദൻ മോഹൻ ഹാളിൽ വെച്ച് നടന്ന പുസ്തക പ്രകാശന കർമ്മം മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ഡോക്ടർ കെ ജയകുമാർ IAS, കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ അനിൽ ചേർത്തലയ്ക്ക് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒരു വാക്ക് പോലെ ഇടറുന്നില്ല, അതെങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. ഉൾപ്രമോദമെന്ന വേലിയേറ്റമാണ് അത്ഭുതാംബിയുടെ ചന്ദ്രനോ എന്ന് ചോദിക്കുന്നതിനൊരു ശയ്യാകുണം. അത് കവിക്ക് വലിയ, അത് ഇദ്ദേഹത്തിന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ നിങ്ങൾക്ക് കൂട്ടുവരാൻ ഈ കുളിരരുവിയും കനൽത്തുള്ളികളും എന്ന ഈ പുസ്തകം സന്തോഷപൂർവ്വം പ്രകാശിപ്പിച്ചതായി പ്രമുക്തി നടത്തിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ അനിൽ ചേർത്തലയുടെ വാക്കുകളിലേക്ക്. സമൂഹത്തിനും നമുക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവനും ഉതകുന്നതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രസ്തുത ചടങ്ങ് രശ്മി പ്രദീപിന്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. തലയിൽ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ ബാലരാമപുരത്തിൻ്റെ പുതിയ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ്. അതിനെ തുടർന്ന് നീമ ബുക്സിൻ്റെ എല്ലാമായ ശ്രീ തലയിൽ മനോഹരൻ നായരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. MK ശ്രീകുമാർ സ്വാഗതം അറിയിച്ചു. നീമ ബുക്സിൻ്റെ ചെയർമാൻ ശ്രീ തലയിൽ മനോഹരൻ നായർ, അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്ത് എല്ലാ സദസ്സുകളിലും നിറഞ്ഞു നിൽക്കുന്ന മികച്ച സംഘാടകൻ, നല്ലൊരു എഴുത്തുകാരൻ, നോവലിസ്റ്റ്, കവി, ഇങ്ങനെ വിവിധ മേഖലകളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന തലയിൽ മനോഹരൻ നായരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിൽ വച്ച് പവർവേൾഡ് സെക്കുലർ ഫൗണ്ടേഷൻ എന്ന ഇന്റർനാഷണൽ സംഘടന നൽകുന്ന ഗ്രേത്ത തൂൺബെരിയ പരിസ്ഥിതി സാഹിത്യ പുരസ്കാരവും അതോടൊപ്പം 1 ലക്ഷം രൂപയും പ്രശസ്ത ചിത്രകാരൻ ആഷാ സെയ്ദ് രൂപകൽപ്പന ചെയ്ത ശില്പവും ഏറ്റുവാങ്ങിയ തലയിൽ മനോഹരൻ നായരെ കെ ജയകുമാർ IAS പൊന്നാട ചാർത്തി പുരസ്കാരം നൽകി ആദരിച്ചു. പരിസ്ഥിതി പ്രവർത്തക പോരാളിയാണ്. പരിസ്ഥിതിക്ക് എതിരെ ആര് എന്ത് അതിക്രമം കാണിച്ചാലും, അത് കടലിലായാലും നദിയിലായാലും മരുഭൂമിയിലായാലും എന്തിന് തോട്ടിൻ്റെ തീരത്തായാലും പൊരുതാനുള്ള ആ ചങ്കറപ്പുള്ള ആ ഐറിഷുകാരി ഗ്രേത്ത തൂൺബെരിയയുടെ പേരിൽ 22 വയസ്സേ അറിയിച്ചിരിക്കുന്നു. അവരുടെ പേരിൽ 5 വർഷത്തിലൊരിക്കൽ പവർ വേൾഡ് സെക്കുലർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം 1 ലക്ഷം രൂപയും, അതുപോലെ തന്നെ മുഹമ്മദ് സയ്യിദ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ മുംബൈയിൽ ജീവിക്കുന്ന ചിത്രകാരൻ രൂപകൽപ്പന ചെയ്ത ശില്പമൊക്കെ അടങ്ങുന്ന വലിയൊരു പുരസ്കാരമാണ് ചെന്നൈയിൽ ലോക പരിസ്ഥിതി ദിനമായ ഈ 5-ന് ജൂൺ 5-ന് നൽകുകയാണ്. വലിയൊരു പരിപാടിയാണെന്നാണ് പറയുന്നത്. ചെന്നൈ ആർട്സ് കോളേജിൽ വെച്ചാണ്, ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ്, കുട്ടികളാണ് നൽകുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. NRC നായർ പരശുവയ്ക്കൽ പുസ്തകം പരിചയപ്പെടുത്തി. സാദരം സന്ധ്യാദേവി സാഗര ചെകുലത്തിൽ ആദിത്യ ബന്ധൂകപ്പൂ തിരികി താഴ്ത്തുന്നേരമെന്ന് പറയുന്നത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ ഈ പുസ്തകത്തിൽ ഏതാനും കവിതകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ജയചന്ദ്രൻ കല്ലിങ്കൽ, ആശാ കിഷോർ, ഹരി ചാരുത എന്നിവർ ആശംസകൾ അറിയിച്ചു. മഴത്തുള്ളിയും കുളിരരുവിയും എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ഉണ്ണികൃഷ്ണൻ ബാലരാമപുരം സ്നേഹമൊഴി അറിയിച്ചു. പേര് ശീർഷകം കുളിരരുവിയും കനൽത്തുള്ളികളും. ഇത് ഈ 40 കവിതകളിൽ ഏതായിരിക്കണം ഇതിന് ശീർഷകമായി ഇടാൻ എന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ നല്ല മനോഹരൻ സാറുമായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇത് മതി. അദ്ദേഹം നിർദ്ദേശിച്ചതാണ് ഈ പേര്. എന്തായാലും സാർത്ഥകമായ പേരാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഒരുപക്ഷെ ഞാൻ ഏറെ ചിന്തിച്ചു, കാരണം ഞാൻ എഴുതിയ കവിതകളായതുകൊണ്ട് അതിൽ ഏത് പേരാണ് എനിക്കിടണം എന്നുള്ളൊരു സംശയം.
പക്ഷെ ആ സംശയ നിവാരണം നടത്തി തന്ന് ഈ കവിത മുഴുവനും വായിക്കുകയും മനസ്സിലാക്കുകയും ഈ പേരാണ് ഈ കവിതാ പുസ്തകത്തിന്, കവിതാ സമാഹാരത്തിന് അഭികാമ്യം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെയാണ് ഹരൻ പുന്നാവൂർ കൃതജ്ഞത അറിയിച്ചു. മനോഹരനായ സാറിന് ഇവിടെ നമ്മളൊരു ആദരവ് കൊടുത്തത് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മളങ്ങനെ തീരുമാനിച്ചു. തലയിൽ ബാലകൃഷ്ണൻ നായർ സാറും MK ശ്രീകുമാറും ചേട്ടനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ ബാലരാമൻ ചേട്ടനും എല്ലാം നമ്മുടെ ആലോചിച്ച്, നമ്മുടെ സംഘടനയാണെങ്കിലും നിയമ ബുക്കിൻ്റെ പേരിൽ തന്നെ ഇവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ചർച്ച ചെയ്ത് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ സംഘടനയിൽ ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഔചിത്യ പ്രശ്നം അദ്ദേഹം ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളെ അറിയിക്കുമ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ തന്നെ മറ്റൊരു വേദി തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഇവിടെ വെച്ച് തന്നെ അത് കൊടുക്കണം എന്നുള്ള ഒരു നമ്മളുടെ തീരുമാനപ്രകാരമാണ് അദ്ദേഹത്തെ ആദരിച്ചത്. വളരെ വിലപ്പെട്ട ഒരു വലിയ പുരസ്കാരമാണ് അദ്ദേഹത്തിന് പരിസ്ഥിതി നാടകത്തിന്. ഈ പരിപാടിയുടെ ഏകോപനം നിർവഹിച്ചത് തലയിൽ മനോഹരൻ നായരാണ്. റേഡിയോ രംഗ് അവതാരകയായ ജിഷ അനിൽ പരിപാടി ആങ്കർ ചെയ്തു. തുടർന്നുള്ള കവിതാ ആലാപനത്തിന്റെ ഉദ്ഘാടനം ശ്രീ അരുവിക്കര വിൽഫ്രഡ് നിർവഹിച്ചു. RJ ജിഷ അനിൽ ഏകോപനം നിർവഹിച്ച കവിയരങ്ങിൽ 20ഓളം കവികൾ കവിതകൾ അവതരിപ്പിച്ചു. കലയം മോഹനൻ, ജയൻ പോത്തങ്കോട്, രജി ചന്ദ്രശേഖർ, ലിജി സജിത്, വിശ്വംഭരൻ രാജസൂയം, രശ്മി പ്രദീപ്, MK ശ്രീകുമാർ, അമ്മിണി ചിന്തളം, അരുവിക്കര വിൽഫ്രഡ്, ഡോക്ടർ അനിൽകുമാർ SD, സുധീർ ചടയമംഗലം, NRC നായർ, ആശ കിഷോർ, ദീപു IS, ഇസ്മയിൽ വിഴിഞ്ഞം, ഷാജത്ത് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു.